പൂക്കോട് വെറ്റിനറി സർവകലാശാലയിലേക്കുള്ള യൂത്ത് ലീഗിൻ്റെ മാർച്ചിലും സംഘർഷമുണ്ടായിരിക്കുന്നു എന്നാണ് അവിടെ നിന്നുള്ള തത്സമയ ദൃശ്യങ്ങളാണ് കാണുന്നത്. നേരത്തെ കോൺഗ്രസിൻ്റെ നേതൃത്വത്തിലൂടെ പ്രതിഷേധ പ്രകടനം നടന്നിരുന്നു. KSU പ്രവർത്തകരും അവിടെ തടിച്ചുകൂടിയിരുന്നു. ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ള പ്രവർത്തകരുടെ ശ്രമം പോലീസ് നേരത്തെ തടഞ്ഞിരുന്നു. സിദ്ധാർത്ഥൻ്റെ മരണത്തിൽ ഉത്തരവാദികളായവർക്കെതിരെ കർശന നടപടി വേണം, കോളേജ് അധികൃതർക്ക് ഉൾപ്പെടെ ഇതിൽ പങ്കാളിത്തമുണ്ട്, അതിലടക്കം അന്വേഷണം നിഷ്പക്ഷമായും കാര്യക്ഷമമായും വേണമെന്നതടക്കമുള്ള ആവശ്യങ്ങളുമായാണ് കോൺഗ്രസും KSUവും ഇന്നവിടെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. യൂത്ത് ലീഗിൻ്റെ പ്രവർത്തകരും ഇപ്പോൾ അവിടെ എത്തിയിരിക്കുന്നെന്നാണ് അറിയുന്നത്. അഭിജിത്ത് മുഴക്കുന്ന വിവരങ്ങളുമായി ചേരുന്നു. അഭിജിത്ത്, എന്താണ് വിവരങ്ങൾ? വേണു, അല്പസമയം മുൻപാണ് യൂത്ത് ലീഗിന്റെയും നേതൃത്വത്തിൽ പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുൻവശത്തേക്ക് പ്രതിഷേധ മാർച്ച് എത്തിയത്. ഈ മാർച്ച് സമീപത്തെ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ച മാർച്ചിനെ അവിടെ വെച്ച് പോലീസ് തടയുകയായിരുന്നു. ഇതിനു പിന്നാലെ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യമുണ്ടായി. പോലീസിനെ മറികടന്ന് ഈ കെട്ടിടത്തിനകത്തേക്ക് കയറാൻ ശ്രമിച്ച യൂത്ത് ലീഗ് പ്രവർത്തകരുടെ കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. വലിയ രീതിയിലുള്ള യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഒരു സംഘം ഈ കോളേജ് ക്യാമ്പസിനകത്തേക്ക് കയറാൻ ശ്രമം നടത്തുന്നുണ്ട്. പോലീസ് ആ ശ്രമങ്ങളെ വിഫലമാക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ്. അല്പസമയം മുൻപാണ് കോൺഗ്രസിന്റെയും KSUവിന്റെയും നേതൃത്വത്തിലുള്ള പ്രതിഷേധ മാർച്ച് കോളേജിന്റെ പരിസരത്തേക്ക് എത്തിയത്. ബാരിക്കേഡ് വെച്ച് പോലീസ് പ്രവർത്തകരെ തടഞ്ഞു. ഇതിനുശേഷം ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ട് അപ്പുറത്തേക്ക് കടക്കാൻ പ്രവർത്തകരുടെ ഭാഗത്തുനിന്ന് ശ്രമമുണ്ടായിരുന്നു. സമീപത്തെ സെക്യൂരിറ്റി കെട്ടിടത്തിന്റെ മുകൾ വശത്തുകൂടി അപ്പുറം കടക്കാനായിരുന്നു പ്രവർത്തകർ ശ്രമിച്ചത്. ഇതിന് പിന്നാലെ പോലീസ് അത് തടയുന്ന സാഹചര്യമുണ്ടായി. നിലവിൽ യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഉന്തും തള്ളും നടക്കുന്ന ഒരു സാഹചര്യമുണ്ട്. പോലീസ് പ്രവർത്തകരെ പിന്തിരിപ്പിക്കാൻ ശ്രമിക്കുകയാണ്. മറ്റ് ബാരിക്കേഡുകൾ സ്ഥാപിച്ചിരിക്കുന്ന സ്ഥലത്ത് നിന്ന് മാറി ഇപ്പുറത്ത് ഒരു കെട്ടിടത്തിലേക്കാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ ഇരച്ചു കയറിയത്. അവിടെ വെച്ച് പോലീസ് അവരെ തടയുകയാണ്. പോലീസും പ്രവർത്തകരും തമ്മിൽ നിലവിൽ ഉന്തും തള്ളും ഉണ്ടാകുന്ന ഒരു സാഹചര്യമുണ്ട്. പ്രവർത്തകരെ മടക്കി അയക്കാനുള്ള ഒരു ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത്. ഏതായാലും പൂക്കോട് വെറ്റിനറി കോളേജിന്റെ മുൻവശം പ്രതിപക്ഷ യുവജന സംഘടനകളുടെ പ്രതിഷേധം കൊണ്ട് യുദ്ധക്കളമാണ്. വേണു, അഭിജിത്ത്, പോലീസ് ഏതെങ്കിലും തരത്തിൽ പ്രകോപിതരാകുന്നുണ്ടോ? പ്രതിഷേധം ശക്തമായി തന്നെ തുടരുകയാണോ? പ്രതിഷേധം ശക്തമായി തുടരുകയാണ്. വേണു, ഈ ക്യാമ്പസിനകത്ത് നിന്ന് ഈ പ്രവർത്തകരെ പുറത്തേക്ക് എത്തിക്കാനുള്ള ശ്രമമാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത്. ഈ ഘട്ടത്തിൽ പോലീസും പ്രവർത്തകരും തമ്മിൽ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം, പോലീസിന്റെ ലാത്തി പിടിച്ചു വാങ്ങി തിരിച്ചറിയുന്ന ഒരു സാഹചര്യം, അത്തരത്തിൽ ഇരുവിഭാഗങ്ങളായി തിരിഞ്ഞുകൊണ്ട് ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യത്തിലേക്കാണ് നിലവിൽ കോളേജിന്റെ മുൻവശം മാറുന്നത്. ഈ കെട്ടിടത്തിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമമാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ നടത്തുന്നത്. അതിനെ പരാജയപ്പെടുത്താൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പ്രതിരോധം തീർത്തുകൊണ്ട് യൂത്ത് ലീഗ് പ്രവർത്തകരെ തിരിച്ചയക്കാനുള്ള ഒരു ശ്രമം പോലീസ് നടത്തുന്നുണ്ട്. പക്ഷേ ആ ശ്രമങ്ങളെയെല്ലാം തടഞ്ഞുകൊണ്ട് കെട്ടിടത്തിനകത്തേക്ക് ഇരച്ചു കയറുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെയാണ് നമുക്ക് ദൃശ്യങ്ങളിൽ നിന്ന് കാണാനായി സാധിക്കുന്നത്. സമാനമായ രീതിയിൽ നേരത്തെ KSU പ്രവർത്തകരും ക്യാമ്പസിന് ഉൾവശത്തേക്ക് പ്രവേശിക്കാനുള്ള ഒരു ശ്രമം നടത്തിയിരുന്നു. അവിടെ വെച്ച് പോലീസ് അതിനെ തടഞ്ഞു. തുടർന്ന് സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ അടക്കം തിരികെ വരുന്ന ഒരു കാഴ്ച കണ്ടു. നിലവിൽ യൂത്ത് ലീഗിന്റെ ജില്ലാ ഭാരവാഹികൾ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് യൂത്ത് ലീഗിന്റെ ഈ ഒരു മാർച്ച് ക്യാമ്പസിനകത്തേക്ക് പുരോഗമിക്കുന്നത്. ഇപ്പോഴും പോലീസും പ്രവർത്തകരും തമ്മിലുള്ള ഉന്തും തള്ളും തുടരുകയാണ്. പ്രവർത്തകരെ പ്രതിരോധിച്ചുകൊണ്ട് ഈ കെട്ടിടത്തിന്റെ മുൻവശത്ത് പോലീസ് നിൽക്കുന്നുണ്ട്. ഈ കെട്ടിടത്തിന്റെ ഗേറ്റ് തുറന്ന് അകത്തേക്ക് കടക്കാനായിരുന്നു യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ശ്രമം. പക്ഷേ അപ്പോൾ തന്നെ പോലീസ് എത്തുകയും ഇതിനെ പ്രതിരോധിക്കുകയും ചെയ്യുന്ന ഒരു കാഴ്ചയാണ് നാം കണ്ടത്. ഇപ്പോഴും ഈ പോലീസിന്റെ ശ്രമം തുടരുകയാണ്. പോലീസിനെ മറികടന്ന് അകത്ത് കയറാനുള്ള ശ്രമം യൂത്ത് ലീഗ് പ്രവർത്തകരും ഉപേക്ഷിച്ചിട്ടില്ല. വേണു, അഭിജിത്ത്, ഈ കോൺഗ്രസിന്റെയും KSUവിന്റെയും പ്രവർത്തകരുടെ പ്രതിഷേധവും അവിടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും അവരും അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ടോ? ആ പ്രതിഷേധവും തുടരുകയാണോ? വേണു, നിലവിൽ ഈ ബാരിക്കേഡ് മറികടന്നുകൊണ്ടുള്ള ഒരു പ്രതിഷേധം KSUവിന്റെയോ കോൺഗ്രസിന്റെയോ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നില്ല. ഒരു ഭാഗത്ത് KSU കോൺഗ്രസ് പ്രവർത്തകർ തമ്പടിച്ചു നിന്നിട്ടുണ്ട്. അതിന്റെ മറുവശത്താണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ പ്രതിഷേധം നടക്കുന്നത്. കോൺഗ്രസ് നേതാവ് രമേശ് ചെന്നിത്തല ഉൾപ്പെടെയുള്ളവർ മറ്റൊരു വശത്ത് സംസാരിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. ഇതിനിടയിലാണ് യൂത്ത് ലീഗ് പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഒരു പ്രതിഷേധ മാർച്ച് കോളേജിനകത്തേക്ക് അരങ്ങേറിയത്. ഈ മാർച്ചാണ് നിലവിൽ സംഘർഷത്തിൽ കലാശിക്കുകയും ചെയ്തത്. ഇപ്പോൾ ഈ പ്രവർത്തകർ ഈ ക്യാമ്പസിന്റെ കെട്ടിടത്തിന് മുൻവശത്ത് കുത്തിയിരുന്നു കൊണ്ട് പ്രതിഷേധിക്കുകയാണ്. വലിയ
വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾക്കാണ് കഴിഞ്ഞ കുറേ നാളുകളായി ഈ ക്യാമ്പസിന്റെ പരിസരവും സാക്ഷ്യം വഹിച്ചുകൊണ്ടിരുന്നത്. ABVP-യുടെ നേതൃത്വത്തിലും KSUവിന്റെ നേതൃത്വത്തിലും ഒക്കെ വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ നടന്നു. യൂത്ത് ലീഗ് KSU പ്രവർത്തകർ റിലേ സത്യാഗ്രഹവുമായി മുന്നോട്ട് ഇപ്പോഴും പോകുന്നുണ്ട്. ABVP-യുടെ 24 മണിക്കൂർ സത്യാഗ്രഹ സമരം നടന്നു. ഒപ്പം ഇന്നലെ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ, BJP പ്രവർത്തകരൊക്കെ തന്നെ ഈ കോളേജിന്റെ മുൻവശത്തേക്ക് പ്രതിഷേധവുമായി എത്തുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമാണ് കോളേജിന്റെ മുൻവശത്തേക്ക്, കോളേജ് ക്യാമ്പസിനകത്തേക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇവരുടെ പ്രധാന ആവശ്യം പ്രതികളെ പിടികൂടുക എന്നുള്ളതാണ്. മുഴുവൻ പ്രതികളെയും കസ്റ്റഡിയിലെടുക്കുക, അറസ്റ്റ് രേഖപ്പെടുത്തുക. ഒപ്പം ഈ കോളേജ് അധികൃതർക്ക് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് കൃത്യമായ പങ്കുണ്ട്. ആ പങ്ക് കൂടി അന്വേഷിക്കണം എന്നുള്ളതാണ് ഈ പ്രവർത്തകരുടെ ആവശ്യം. അതിനുവേണ്ടിയുള്ള പോരാട്ടം തങ്ങൾ തുടരുമെന്നുള്ളതാണ് ഇവർ ഈ ഘട്ടത്തിലും വ്യക്തമാക്കുന്നത്. വേണു, അഭിജിത്ത്, യൂത്ത് ലീഗിന്റെ പ്രവർത്തകർ ക്യാമ്പസിനകത്ത് കടന്നോ? വേണു, നിലവിൽ ക്യാമ്പസിനകത്തേക്ക് അവർക്ക് പ്രവേശിക്കാനായിട്ടില്ല. ക്യാമ്പസിന് തൊട്ടിപ്പുറത്ത് ഒരു കെട്ടിടമുണ്ട്. ആ കെട്ടിടത്തിന്റെ ഗേറ്റ് തുറന്നാണ് യൂത്ത് ലീഗ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചത്. ആ ഘട്ടത്തിൽ തന്നെ പോലീസ് മറുഭാഗത്തോട് കൂടിയെത്തി ഇവർക്ക് പ്രതിരോധം തീർക്കുന്ന കാഴ്ചയാണ് ഉണ്ടായത്. ശേഷം യൂത്ത് ലീഗ് പ്രവർത്തകരും പോലീസും തമ്മിൽ ഒരു ഉന്തും തള്ളുമുണ്ടായി. പ്രവർത്തകർ പോലീസിനെ മറികടന്നുകൊണ്ട് അകത്തേക്ക് കയറാനുള്ള ഒരു ശ്രമം നടത്തി. പക്ഷേ പോലീസ് നിലവിൽ അതിനെ പരാജയപ്പെടുത്തിയിട്ടുണ്ട്. ഈ പോലീസ് തീർത്ത ഒരു ബന്ദോബസ്ത്, അത് ബാരിക്കേഡല്ല, പോലീസ് തന്നെ അവിടെ നിലയുറപ്പിച്ചിട്ടുണ്ട്. അതിനെ മറികടന്നുകൊണ്ട് നിലവിൽ യൂത്ത് ലീഗ് പ്രവർത്തകർ പോയിട്ടില്ല. അവർ കുത്തിയിരുന്ന് പ്രതിഷേധിക്കുന്ന ഒരു കാഴ്ച നമുക്ക് കാണാം. മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ട് SFI-ക്കാർക്കെതിരെയും ഒപ്പം തന്നെ ഈ കോളേജ് യൂണിയൻ ഭാരവാഹികൾക്കെതിരെയും കോളേജ് അധികൃതർക്കെതിരെയും മുദ്രാവാക്യങ്ങൾ വിളിച്ചുകൊണ്ടാണ് നിലവിൽ യൂത്ത് ലീഗിന്റെ പ്രതിഷേധം ഇവിടെ അരങ്ങേറുന്നത്. മറുവശത്ത് കോൺഗ്രസിന്റെ പ്രതിഷേധവുമുണ്ട്. അവിടെ രമേശ് ചെന്നിത്തല അടക്കമുള്ളവർ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ്. രമേശ് ചെന്നിത്തല ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം, CPM-ന്റെ ഇടപെടൽ, CPM നേതാക്കളുടെ ഇടപെടൽ ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഉണ്ടായിട്ടുണ്ട്. DYSP-യെ, അന്വേഷണ ഉദ്യോഗസ്ഥനായ കൽപ്പറ്റ DYSP-യെ ഫോണിൽ വിളിച്ച് ഭീഷണിപ്പെടുത്തുന്ന കാര്യങ്ങളടക്കം മുതിർന്ന CPIM നേതാക്കളുടെ ഭാഗത്തു നിന്ന് ഉണ്ടായി. ഈ പ്രതികൾക്ക്, SFI-ക്കാരായ പ്രതികൾക്ക് കൽപ്പറ്റയിലെ പാർട്ടി ഓഫീസിൽ സംരക്ഷണമൊരുക്കി. ഈ ആരോപണങ്ങൾ രമേശ് ചെന്നിത്തല ഇന്നലെ ഉന്നയിച്ചതാണ്. അത് ഇന്നും ശക്തമായ രീതിയിൽ രമേശ് ചെന്നിത്തല ഉന്നയിക്കുന്നുണ്ട്, മറ്റ് കോൺഗ്രസ് നേതാക്കൾ ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധത്തിലേക്ക് പ്രതിപക്ഷ യുവജന സംഘടനകൾ, വിദ്യാർത്ഥി സംഘടനകളൊക്കെ നീങ്ങുന്ന ഒരു കാഴ്ചയാണ് നിലവിൽ നമുക്ക് കാണാനായി സാധിക്കുന്നത്. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, പിടിയിലായിരിക്കുന്നത് കോളേജ് യൂണിയൻ ഭാരവാഹികളാണ്. SFI-യുടെ യൂണിറ്റ് ഭാരവാഹിത്വം വഹിക്കുന്നവരാണ്. യൂണിറ്റ് സെക്രട്ടറി അടക്കം, കോളേജ് യൂണിയൻ പ്രസിഡന്റ് അടക്കം ഈ ഒരു കേസുമായി ബന്ധപ്പെട്ട് പിടിയിലായിട്ടുണ്ട്. നേരത്തെ ഈ കേസിന്റെ മുഴുവൻ വിശദാംശങ്ങളും വ്യക്തമാക്കുന്ന, ഏത് രീതിയിലാണ് സിദ്ധാർത്ഥന് പീഡനം നേരിട്ടത് എന്ന് വ്യക്തമാക്കുന്ന ആന്റി റാഗിംഗ് സ്ക്വാഡിന്റെ റിപ്പോർട്ട് പുറത്തു വന്നതാണ്. ഈ ആന്റി റാഗിംഗ് സ്ക്വാഡിന് മുന്നിൽ കുട്ടികൾ, ഈ ഹോസ്റ്റലിലെ തന്നെ കുട്ടികൾ കൊടുത്ത മൊഴി പുറത്തു വന്നതാണ്. ഈ മൊഴിയിൽ അക്കമിട്ട് വിവരിക്കുന്നുണ്ട് ഏതൊക്കെ തരത്തിലുള്ള പീഡനങ്ങളാണ്, അപമാനങ്ങളാണ്, ആക്രമണങ്ങളാണ് ഈ സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ മുറിക്കകത്ത് വെച്ച് നേരിട്ടത് എന്നത്. കുട്ടികളുടെ മുന്നിൽ നഗ്നനാക്കി നിർത്തിക്കൊണ്ട് ബെൽറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുന്ന സാഹചര്യമുണ്ടായി. കൂടാതെ നിലം തുടപ്പിക്കുന്ന സാഹചര്യമുണ്ടായി. ഉറങ്ങിക്കിടന്നവരെ പോലും വിളിച്ചുണർത്തിക്കൊണ്ട് സിദ്ധാർത്ഥനെ മർദ്ദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. ഇതിൽ വലിയ രീതിയിലുള്ള കൊടിയ പീഡനം, ഞെട്ടിപ്പിക്കുന്ന തരത്തിലുള്ള പീഡനമാണ് സിദ്ധാർത്ഥൻ ഹോസ്റ്റൽ മുറിക്കകത്ത് നേരിട്ടത്. അത് ഏറെ ഗൗരവമായി അന്വേഷിക്കേണ്ട ഒരു വിഷയമാണ്. അതിൽ കോളേജ് അധികൃതരുടെ പങ്ക് കൂടി ഈ ഘട്ടത്തിൽ ചോദ്യം ചെയ്യുകയാണ് പ്രതിപക്ഷ സംഘടനകൾ. ആ തരത്തിൽ വലിയൊരു പ്രതിഷേധത്തിലേക്ക് ഈ കോളേജ് ക്യാമ്പസിന്റെ മുൻവശം സാക്ഷിയാവുകയാണ്. വേണു, അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണത്തിൽ പ്രതിഷേധിച്ച് യൂത്ത് ലീഗ് മാർച്ച് നടത്തുകയായിരുന്നു. മാർച്ചിൽ സംഘർഷമുണ്ടായി. ഇതിന് അല്പസമയം മുൻപ് കോൺഗ്രസ് പ്രവർത്തകരും ഇവിടേക്ക് തന്നെ മാർച്ച് നടത്തിയിരുന്നു. പോലീസും പ്രവർത്തകരും തമ്മിൽ വലിയ രീതിയിലുള്ള ഉന്തും തള്ളുമുണ്ടായി. ഇപ്പോൾ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ കാണാം, പോലീസിന്റെ ഷീൽഡ് പ്രവർത്തകർ പിടിച്ചു വലിച്ചെറിയുന്നത് കാണാം. അക്രമാസക്തമായ സാഹചര്യത്തിൽ ഈ സംഘർഷ സാധ്യത ഒഴിവാക്കാനുള്ള നടപടിയാണ് പോലീസിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് സ്ഥലത്ത് തമ്പടിച്ചിട്ടുണ്ട്. പ്രതിഷേധത്തിന്റെ തത്സമയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ക്യാമ്പസിനകത്തേക്ക് തള്ളിക്കയറാൻ ശ്രമിക്കുന്ന യൂത്ത് ലീഗ് പ്രവർത്തകരെ പോലീസ് തടയുന്നതിന്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. അഭിജിത്ത് മുഴക്കുന്ന ചേരുന്നുണ്ട്. അഭിജിത്ത്, വലിയ പ്രതിഷേധം യൂത്ത് ലീഗിന്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നുണ്ട്.
അതേപോലെ തന്നെ ചെറുത്തുനിൽപ്പ് പോലീസിന്റെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നു. ഈ യൂത്ത് ലീഗ് പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ടോ? പ്രവിത, ഈ ഘട്ടത്തിൽ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ച് പ്രതിഷേധിക്കാനുള്ള നീക്കമാണ് KSU യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്നത്. നമുക്ക് ദൃശ്യങ്ങളിൽ കാണാനായി സാധിക്കും. ക്യാമ്പസിന്റെ മറുവശത്തു കൂടി ഒരു വഴിയുണ്ട്. ആ വഴി ഉപയോഗിച്ചുകൊണ്ട് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിക്കാനുള്ള ശ്രമം പ്രവർത്തകർ തുടരുകയാണ്. ഇതിനെ പ്രതിരോധിക്കാൻ പോലീസ് ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അംഗസംഖ്യയിൽ പോലീസ് കുറവാണ്. ഈ പ്രവർത്തകരെ നേരിടുന്നതിനാവശ്യമായ അംഗസംഖ്യ പോലീസിനില്ല. അതിനാൽ തന്നെ ഈ പ്രവർത്തകരെ കൃത്യമായി പ്രതിരോധിക്കാനുള്ള മാർഗങ്ങളും പോലീസിന്റെ പക്കൽ നിലവിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടി വരും. വനിതാ പ്രവർത്തകരടക്കം ഈ കോളേജിലേക്ക് പ്രതിഷേധവുമായി എത്തിയിട്ടുണ്ട്. പക്ഷേ നിലവിൽ വനിതാ പോലീസുകാരൊന്നും തന്നെ ഇവിടെയില്ല. അതിനാൽ തന്നെ ദൃശ്യങ്ങളിൽ നിന്ന് വ്യക്തമാണ് ഇപ്പോൾ അവർ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചു എന്നാണ് മനസ്സിലാക്കുന്നത്. പോലീസ് അവരുടെ പിറകെ ഓടുന്നുണ്ട്. പക്ഷേ വേണ്ടത്ര പോലീസുകാരെ ഇവിടെ വിന്യസിച്ചിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. ഈ യൂത്ത് ലീഗ് പ്രവർത്തകരുടെ വലിയ പ്രതിഷേധം പൂക്കോട് ക്യാമ്പസിനകത്ത് നടക്കുകയാണ്. ഇപ്പോൾ അവർ പ്രതിഷേധത്തിന്റെ ഭാഗമായി ക്യാമ്പസിനുള്ളിലേക്ക് കടക്കുന്നു. വനിതാ പ്രവർത്തകർ ഉൾപ്പെടെ ഈ പ്രതിഷേധത്തിന്റെ ഭാഗമായി പങ്കെടുക്കുന്നുണ്ട്. അഭിജിത്ത്, ഈ പ്രതിഷേധം ഇത്രയധികം രൂക്ഷമായ സാഹചര്യത്തിൽ കൂടുതൽ പോലീസ് ഉദ്യോഗസ്ഥരെ ഇവിടേക്ക് വിന്യസിക്കാനുള്ള നടപടിയിലേക്ക് പോലീസ് കടക്കുന്നുണ്ടോ? പ്രവിധ, നിലവിൽ ഈ ക്യാമ്പസിനകത്തേക്ക് കടക്കാനുള്ള ക്യാമ്പസിനകത്തേക്ക് അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരുന്നത്. പൂക്കോട് വെറ്റിനറി കോളേജിലെ സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ടാണ് യൂത്ത് ലീഗിന്റെ പ്രതിഷേധമുണ്ടാകുന്നത്. കോളേജ് ക്യാമ്പസിനുള്ളിലേക്ക് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ പ്രവേശിച്ചിരിക്കുകയാണ്. ഇതിനെ ഏത് വിധേനയും ചെറുക്കാൻ പോലീസിന്റെ ഭാഗത്തു നിന്ന് ശ്രമമുണ്ടായെങ്കിലും അത് വിജയിച്ചില്ല. പോലീസിനെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നു എന്നാണ് മനസ്സിലാക്കുന്നത്. അല്പസമയം മുൻപ് കോൺഗ്രസിന്റെ ഭാഗത്തു നിന്നും സമാനമായ രീതിയിലുള്ള പ്രതിഷേധമുണ്ടായിരുന്നു. കോൺഗ്രസ് പ്രവർത്തകർ അകത്തേക്ക് കയറാൻ ശ്രമിച്ചുവെങ്കിലും അത് പോലീസ് തടയുകയായിരുന്നു. പോലീസ് ബാരിക്കേഡ് വെച്ച് ഈ പ്രതിഷേധം തടയാനാണ് ശ്രമിച്ചിരുന്നത്. പക്ഷേ ബാരിക്കേഡ് മറികടന്നാണ് ഇപ്പോൾ യൂത്ത് ലീഗ് പ്രവർത്തകർ ക്യാമ്പസിനുള്ളിലേക്ക് കടന്നിരിക്കുന്നത്. പോലീസ് സ്ഥലത്ത് തമ്പടിച്ചിരുന്നുവെങ്കിലും കൂടുതൽ പോലീസുകാരെ ഇവിടേക്ക് എത്തിക്കേണ്ട ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. കാരണം അത്രയധികം യൂത്ത് ലീഗ് പ്രവർത്തകർ നിലവിൽ ഈ പ്രതിഷേധവുമായി ബന്ധപ്പെട്ട് ഇവിടെ എത്തിച്ചേർന്നിട്ടുണ്ട്. അഭിജിത്ത് മുഴക്കുന്ന് ചേരുന്നുണ്ട്. അഭിജിത്ത്, ഇവർ ക്യാമ്പസിനുള്ളിലേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. പോലീസിന്റെ ഭാഗത്ത് ഏത് തരത്തിലുള്ള നടപടിയാണ് ഉണ്ടാകുന്നത്? KSU പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചിട്ടുണ്ട്. ഈ ക്യാമ്പസിനകത്ത് വിദ്യാർത്ഥികളുണ്ട്. വെറ്റിനറി കോളേജിൽ പഠിക്കുന്ന വിദ്യാർത്ഥികളുണ്ട്. ഈ വിദ്യാർത്ഥികൾ ഉള്ള ക്യാമ്പസ് കെട്ടിടത്തിനകത്തേക്കാണ് വലിയ രീതിയിൽ KSU പ്രവർത്തകർ പ്രതിഷേധവുമായി എത്തിയത്. KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവരുടെ നേതൃത്വത്തിലാണ് പ്രതിഷേധം ഈ ക്യാമ്പസിനകത്തേക്ക് നീണ്ടത്. പോലീസിന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് പ്രവർത്തകർ ക്യാമ്പസിനകത്തേക്ക് ഇരച്ചു കയറുന്ന ഒരു സാഹചര്യം. ആ പ്രവർത്തകരെ പ്രതിരോധിക്കുന്നതിനാവശ്യമായ അംഗസംഖ്യ പോലീസിന്റെ ഭാഗത്തു നിന്നില്ല. അതിനാൽ തന്നെ പോലീസ് പരാജയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ടായി. നിലവിൽ ഈ ക്യാമ്പസിനകത്ത് നിരവധി വിദ്യാർത്ഥികളുണ്ട്. അതിനാൽ തന്നെ ഏത് രീതിയിലാണ് പോലീസ് ഇതിനെ നേരിടുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം വലിയ രീതിയിലുള്ള വലിയ അളവിലുള്ള KSU പ്രവർത്തകർ ഈ ക്യാമ്പസിനകത്തേക്ക് എത്തിയിട്ടുണ്ട്. ഇതിന്റെ ആവശ്യം ഈ ക്യാമ്പസ് അധികൃതർ തന്നെ ഈ ഒരു പ്രശ്നങ്ങൾക്ക് മുന്നിൽ നിന്നു. ഈ ഒരു സിദ്ധാർത്ഥന്റെ മരണവുമായി ബന്ധപ്പെട്ട് ക്യാമ്പസ് അധികൃതർക്ക് കൂടി പങ്കുണ്ട് എന്ന തരത്തിലുള്ള ആരോപണമാണ് KSU പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും യൂത്ത് ലീഗ് പ്രവർത്തകരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ ഈ അധികൃതർക്കെതിരെയുള്ള പ്രതിഷേധവും KSU കടുപ്പിക്കുകയാണ്. ഇതിന്റെ ഭാഗമായാണ് ക്യാമ്പസിനകത്തേക്ക് പ്രവേശിച്ചുകൊണ്ട് പ്രതിഷേധം നടത്താനുള്ള KSUവിന്റെ തീരുമാനം. പോലീസിന്റെ പ്രതിരോധത്തെ മറികടന്നുകൊണ്ട് KSU സംസ്ഥാന പ്രസിഡന്റ് അലോഷ്യസ് സേവ്യർ ഉൾപ്പെടെയുള്ളവരാണ് ക്യാമ്പസിനകത്തേക്ക് എത്തിയത്. വലിയ രീതിയിലുള്ള ഒരു പ്രതിഷേധങ്ങൾക്ക് ഈ ക്യാമ്പസിനകത്ത് കത്തി വഹിക്കുന്നുണ്ട്. പ്രവിധ പോലീസും പ്രവർത്തകരും തമ്മിലുള്ള അഭിജിത്ത് മുഴക്കുന്നാണ് വിവരങ്ങൾ നൽകിക്കൊണ്ടിരിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.